ായിട്ട് ബ്ലീഡിങ് വളരെയധികം തോതിലുണ്ടായിരുന്നു. അത് ഈ ഉടമ്പടി എടുത്തതിൻ്റെ കഴിഞ്ഞ മാർച്ച് മാസം 3-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് 2023. ആ ഉടമ്പടി എടുത്തതിന് ശേഷം പിറ്റേ ആഴ്ചയാണ് എനിക്ക് ബ്ലീഡിങ് വളരെയധികം കൂടുതലായി ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് വരെ എനിക്ക് മുഴയുണ്ടെന്ന് അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സ്കാനിങ് എടുത്തപ്പോഴാണ് 2 മുഴ ഗർഭപാത്രത്തിലുണ്ടെന്നറിയുന്നത്. അങ്ങനെ ഗർഭപാത്രത്തിലെ മുഴ കുറയുവാനായിട്ട് ഒത്തിരിയധികം മരുന്ന് പല ഹോസ്പിറ്റലുകളിലായി പോയി കഴിച്ചു. പക്ഷേ എനിക്ക് അത് കൂടിക്കൂടി വന്നതല്ലാതെ എനിക്കതിന് യാതൊരു കുറവും വന്നില്ല. അങ്ങനെ അവിടെ ഇടുക്കി മെഡിക്കൽ കോളേജിലും നെടുങ്കണ്ടം ഹോസ്പിറ്റലിലും പോയി കാണിച്ചിട്ട് അവിടുന്ന് അവിടെ ചെയ്യാൻ പറ്റില്ല, അത് വളരെ റിസ്ക് പിടിച്ച കാര്യമാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്മിത ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കാണിക്കുകയും അവിടെ വെച്ച് അവർ സ്കാൻ ചെയ്തപ്പോൾ 2 വലിയ മുഴയായിട്ട്, ആദ്യമത്തെ മുഴ 2 നെല്ലിക്ക മുഴപ്പെന്ന് പറഞ്ഞത് അവിടെ വന്നപ്പം 3 മാസം പ്രായമായ കൊച്ചിൻ്റെ അത്രയും വലിപ്പവും ഗർഭപാത്രം തുളച്ച് പുറത്ത് കടന്ന് കൊച്ചു കാല് നീട്ടിയിരിക്കുന്ന പോലെയാണ് മുഴയുടെ ഷെയ്പ്പെന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് ഏറ്റവും പെട്ടെന്ന് എടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഓവറിക്കകത്തും നിറച്ചുണ്ട്, അതുകൊണ്ട് ഓവറിയും വെച്ചാക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർ പെട്ടെന്ന് ഓപ്പറേഷന് ഞങ്ങൾക്ക് ഡേറ്റ് തന്നത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല, പെട്ടെന്ന് വലിപ്പം വെക്കുന്ന മുഴയാണെന്ന് പറഞ്ഞത് കാരണം അവിടുന്ന് ഞങ്ങൾ ഡേറ്റ് എടുത്ത് തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം 9 ദിവസം കഴിഞ്ഞ് വന്ന് ഓപ്പറേഷന് തയ്യാറായി. പിറ്റേ ദിവസത്തെ ഓപ്പറേഷൻ തലേദിവസം വന്ന് അഡ്മിറ്റായി. പിറ്റേ ദിവസം ഓപ്പറേഷന് കയറ്റി. ഓപ്പറേഷൻ ചെയ്തു വന്നപ്പോഴാണ്, ഗർഭപാത്രം മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഓവറിക്കകത്തുണ്ടായിരുന്ന എൻ്റെ മുഴ ഒരു പാട് പോലുമില്ലാതെ മാതാവിനും ഈശോയും കൂടെ മാറ്റിത്തന്നു എന്നുള്ളത്. അത് ഞാൻ ഈ സാക്ഷ്യത്തിൽ ഇവിടെ ഉടമ്പടിയിൽ വച്ചിരുന്ന കാര്യമായിരുന്നു. എൻ്റെ ഈ മുഴയും അതുപോലെ തന്നെ ഈ ബ്ലീഡിങ് മാറ്റിത്തരണമെന്ന്. എനിക്ക് എൻ്റെ മുഴ മാറിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ എന്തോരം ബ്ലീഡിങ് കൂടിയാലും ഞാൻ ഒരു പരാതിയും ഈശോയോട് പറഞ്ഞിട്ടുമില്ല. ഞാൻ ഈ ബ്ലീഡിങ്ങും വെച്ചുകൊണ്ടാണ് എൻ്റെ പത്രവിതരണവും ഓരോ വീടും കയറി ഇറങ്ങി കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഞാൻ പത്രവിതരണം നടത്തിയത്. അവരോടെല്ലാവരോടും ഞാൻ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പരാതി കൂടാതെ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനായിട്ടാണ് ഞാൻ ഈ പത്രം കൊണ്ടു നടന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നത്. ഈശോയെ അറിയുവാനും മാതാവിനെ അറിയുവാനുമായിട്ടാണ് ഞാൻ ഈ പത്രം കൊണ്ടുവന്ന് തരുന്നത് എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോരുത്തർക്കും ഈ പത്രം കൊടുത്തത്. അതിനെ ഓർത്ത് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു.